നാളെ ജൂൺ 28 വാക്സിനേഷൻ എടുക്കാൻ കുട്ടീനെ കൊണ്ടുപോകുന്നില്ലേ? അതിന് കഴിഞ്ഞ മാസം ഞാൻ പോളിയോ എടുത്തതാണ്, ഈ മാസം എടുക്കണം. നമ്മൾ ഈ പോളിയോ വാക്സിൻ എന്ന് പറയുന്നതിന് നമുക്ക് എത്ര ഡോസ് എക്സ്ട്രാ ഡോസ് എടുത്താലും കുഴപ്പമില്ല. അത് നമുക്ക് കുട്ടികൾക്ക് എക്സ്ട്രാ ഇമ്മ്യൂണിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം എടുത്തവരായാലും ഇപ്പോൾ ഉള്ള ഈ പോളിയോ വാക്സിൻ കൊടുക്കേണ്ടത് നിർബന്ധമാണ്. നമ്മുടെ നവജാത ശിശുക്കൾ, അതായത് ന്യൂ ബോൺസ് തൊട്ട് 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ടത് വളരെയധികം നിർബന്ധമാണ്. നിങ്ങൾ അഥവാ ഈ 1.5 മാസം 2.5 മാസം 3.5 മാസത്തിന്റെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് എടുക്കേണ്ടത് നിർബന്ധം. മേഡം, ഇവിടെ വന്നൊരു പേഷ്യന്റ് ചോദിച്ചതാണ്, അപ്പൊ ഈ പനിയും ജലദോഷം ഉള്ള സമയത്ത് പോളിയോ എടുക്കാമോ? പനിയോ ജലദോഷോ വയറിളക്കോ അങ്ങനെ എന്തുണ്ടായാലും പോളിയോ തുള്ളി മരുന്ന് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. മറ്റെന്തെങ്കിലും മരുന്ന് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെയും അഡ്മിറ്റ് ആണ്, ചികിത്സയിലാണ്, മരുന്നുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് കൺസൾട്ട് എടുത്തിട്ട് പിന്നീട് അസുഖം മാറുമ്പോൾ കൊടുക്കാം. അപ്പൊ ഇതുവരെ പോളിയോ അടങ്ങിയിട്ടുള്ള മറ്റു ഇഞ്ചക്ഷൻസ് എല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി സെപ്പറേറ്റ് ഈ പോളിയോ എടുക്കണമെന്ന് ഇമ്പോർട്ടന്റ് ആണോ? നിങ്ങൾ ഈ ഒരു ഇഞ്ചക്ഷൻസ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കേണ്ടത് വളരെ നിർബന്ധമാണ്. കാര്യം നമ്മൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയെ മാത്രമാണ് ഇമ്മ്യൂണൈസ് ചെയ്യുന്നത് അല്ലെ. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ കൊണ്ടുവന്നത് വെച്ചാൽ ഒരു ഹേർഡ് അല്ലെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി മൊത്തമായിട്ട് നമ്മൾ പ്രതിരോധിക്കുകയും വാക്സിൻ പോളിയോ ഉണ്ടാകുന്നതിൽ നിന്നും നമ്മൾ കുഞ്ഞുങ്ങളെ രക്ഷിക്കുകയാണ്. ഒരിക്കലും ഒരു കുട്ടിക്ക് പോളിയോ ബാധിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതം മൊത്തമായിട്ട് അംഗവൈകല്യമുള്ള ഒരു കുട്ടിയായി തീരുകയാണ്. അപ്പൊ മറക്കണ്ട, നാളെ ജൂൺ 28 ന്യൂബോൺസ് മുതൽ 5 വയസ്സിന് താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ ഡ്രോപ്സ് നിർബന്ധമായി നൽകുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കും.